ഇപ്പോൾ കോഴിക്കോട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ UDF-ന്റെ പ്രതിഷേധ സംഗമത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഷാഫി പറമ്പിൽ MP-ക്ക് മർദ്ദനമേറ്റതിന് പിന്നാലെ പേരാമ്പ്രയിൽ പോലീസ് നടപടി ഉണ്ടായതിന് പിന്നാലെ വലിയ പ്രതിഷേധത്തിലേക്ക് സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് കടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ നാടകീയ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്താണ് അതിന് കാരണമായത് എന്നത് സംബന്ധിച്ചുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. അല്പസമയത്തിനകം തന്നെ ഷഹദ് റഹ്മാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. സംസ്ഥാനത്തുടനീളം ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, MP-ക്ക് മർദ്ദനമേറ്റു, അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നതാണ്. സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ പോലീസ് ആസൂത്രിതമായി ഷാഫിയെ ആക്രമിക്കുകയായിരുന്നു എന്നതടക്കമുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. ഷാഫിയെ മർദ്ദിച്ചിട്ടില്ല എന്ന പോലീസിൻ്റെ വാദം തള്ളിക്കൊണ്ട് ലാത്തി കൊണ്ട് ഷാഫിയുടെ മൂക്കിനടിയേൽക്കുന്ന ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? എന്താണ് ഷഹദ്? വിജിത്ത്, അല്പസമയം മുൻപാണ് ഇപ്പോൾ KC വേണുഗോപാൽ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അത് പോലീസ് നോക്കി നിൽക്കുകയാണ്. ഇന്നലെ ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റത് എന്ന ആരോപണം നിലനിൽക്കുകയാണ്. ഇപ്പോൾ അതായത് ഈ പരിപാടി സ്ഥലത്ത് പോലീസ് നിൽക്കുന്നിടത്തേക്ക് ഈ KC വേണുഗോപാൽ വരികയും പോലീസ് അവിടെ നിൽക്കുകയും ചെയ്തതോടുകൂടി അതായത് ഇവിടെയുള്ള പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസിനെതിരെ ഈ പ്രവർത്തകർ ഒന്നായി തിരിയുകയായിരുന്നു. അതായത് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇപ്പോൾ ഈ പ്രവർത്തകരെ ഇവിടുന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇവിടുന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പോലീസിനെതിരെ, ഇന്നലെ ഷാഫി പറമ്പിലിനെതിരെ ആക്രമണം നടത്തിയിട്ടുള്ള പോലീസിനെതിരെ നടപടി സ്വീകരിക്കണം എന്നൊരാവശ്യമാണ് പ്രധാനമായിട്ടും ഈ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അതിനെതുവരെ ഒരു നടപടി സ്വീകരിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അതായത് ആ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. അല്പം മുമ്പ് KM അഭിജിത്ത് സംസാരിച്ചതുപോലെ തന്നെ ഉദ്യോഗസ്ഥനെതിരെ, അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്ന് അല്പസമയം മുമ്പ് സംസാരിച്ച നേതാക്കളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേ നിലപാട് അവരിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. KC വേണുഗോപാൽ അല്പസമയം മുൻപാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ പോലീസിനെതിരെ ഈ പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഒരു ഭാഗത്ത് ഈ പരിപാടി, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ UDF-ന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ സംഗമം നടക്കുകയാണ്. പോലീസ് പൂർണ്ണമായിട്ടും ഇവിടെ നിന്നും എന്തായാലും ഇപ്പോൾ മാറി നിൽക്കുകയാണ് മറ്റൊരു ഭാഗത്തേക്ക്. ഇപ്പോൾ ഈ പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്ന എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായോ ഷാദ്? റിജിത്ത്, നിലവിൽ എന്തായാലും പോലീസിന്റെ വലിയൊരു സുരക്ഷ അല്ലെങ്കിൽ പോലീസിന്റെ വലിയൊരു സാന്നിധ്യം ഈ പരിപാടി നടക്കുന്ന ഈ മേഖലയിലുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ KM അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത്, ഈ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ ഈ സമരം ഇവിടെ അവസാനിക്കില്ല, ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊന്ന് ആലോചിക്കേണ്ട, പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഈ ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിക്കും എന്നുള്ളത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ KC വേണുഗോപാൽ വന്ന ഘട്ടത്തിൽ പോലീസ് വലിയ രീതിയിൽ ഇവിടെ തമ്പടിച്ച് നിൽക്കുകയും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഒരു വലയം തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ പോലീസിനെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി ഇടപെട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ MK രാഘവൻ MP ആയിരുന്നു വേദിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് KC വേണുഗോപാൽ വന്നത്. അതിനിടയിലാണ് ഈ പോലീസിന്റെ വലയം ഇവിടെ ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഈ UDF പ്രവർത്തകർ ഒന്നാകെ പ്രതിഷേധിക്കുന്നത്. എന്തായാലും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇപ്പോൾ ഒരു അനുനയത്തിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്നും ആ ദൃശ്യങ്ങൾ കാണാം. പൂർണ്ണമായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പരിഹാരം ആയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ ഇതേ സമയത്ത് ഇവിടെ ഹർത്താലായിരുന്നു. ഇതേ സമയത്തായിരുന്നു ഇന്നലെ ഇവിടെ ഈ പ്രതിഷേധ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പോലീസ് പൂർണ്ണമായിട്ടും ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പോലീസ് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. കാരണം പോലീസുകാർക്കെതിരെയാണ് ഇവിടെ നടക്കുന്ന പ്രതിഷേധം.
പോലീസുകാർക്കെതിരെയാണ് ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. പേരാമ്പ്രയിൽ നാടകീയ സംഭവങ്ങൾ വീണ്ടും ഉണ്ടാവുന്നു. UDFന്റെ പ്രതിഷേധ സംഗമത്തിനിടെ പോലീസിന് നേരെ പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാവുകയാണ്. അവരെ അനുനയിപ്പിക്കാൻ നേതാക്കളുടെ ശ്രമം ഉണ്ടാകുന്നു. KC വേണുഗോപാൽ ഇപ്പോൾ പ്രതിഷേധ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. MK രാഘവൻ MP അടക്കമുള്ള മുതിർന്ന നേതാക്കളും ആ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. അതിനിടയിലാണ് പോലീസിന്റെ വിന്യാസവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇന്നലെ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് UDF നേതൃത്വം പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസ് അതിന് നേതൃത്വം നൽകുന്നത്. അതിനിടയിലാണ് അവിടെ പോലീസുകാരുമായി ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിച്ച് ആ പരിപാടി വീണ്ടും നടക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിരൂക്ഷമായ വിമർശനം പോലീസിനെതിരെയും സർക്കാരിനെതിരെയും നേതാക്കൾ ഉയർത്തുന്നുണ്ട്. CPIM പോലീസ് ഗൂഢാലോചനയുടെ ഭാഗമായ നരനായാട്ടാണ് ഇന്നലെ നടന്നത് എന്ന വിമർശനം MK രാഘവൻ MP ഉയർത്തുന്നുണ്ട്. KC വേണുഗോപാലും അല്പസമയത്തിനകം തന്നെ സംസാരിക്കും. പേരാമ്പ്രയിൽ നിന്നുള്ള UDFന്റെ പ്രതിഷേധ യോഗത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.